നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. DGP ഓഫീസ് മാർച്ചിൽ KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരെ മർദ്ദിച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫാഷിസ്റ്റ് വിമോചന സദസ്സ് സംഘടിപ്പിച്ചു. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി മുബാസ് ഓടക്കാലി സദസ്സ് ഉദ്ഘാടനം ചെയ്തു. DGP ഓഫീസ് മാർച്ചിൽ KPCC അധ്യക്ഷൻ K. സുധാകരനെയും പ്രതിപക്ഷ നേതാവ് VD സതീശനെയും അപായപ്പെടുത്താൻ ശ്രമിച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫാഷിസ്റ്റ് വിമോചന സദസ്സ് സംഘടിപ്പിച്ചത്. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി മുബാസ് ഓടക്കാലി വിമോചന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ഫാസിസത്തിന്റെ ഏറ്റവും വലിയൊരു ലക്ഷണമാണത്, എതിർ ശബ്ദങ്ങളെ മുഴുവനും ഇല്ലായ്മ ചെയ്യുക. അപ്പൊ നരേന്ദ്രമോദി ഫാസിസ്റ്റ് ആണെന്നതിൽ ഇവിടെ ഇരിക്കുന്ന എനിക്കോ നിങ്ങൾക്കോ ജനാധിപത്യ വിശ്വാസികൾക്കോ സംശയമില്ല. പക്ഷെ ഇന്ന് കേരളത്തിന്റെ ട്രെൻഡ് എന്നാണ്, പിണറായി വിജയൻ ഫാസിസ്റ്റ് ഭരണാധികാരിയാണോ അല്ലയോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ ഫാസിസ്റ്റ് ഭരണാധികാരികളുടെ ലക്ഷണങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ഒന്നിട പോലും വിട്ടാതെ പിണറായി വിജയൻ ആ ലക്ഷണങ്ങൾ മുഴുവനുമുള്ള ലക്ഷണമൊത്തൊരു ഫാസിസ്റ്റ് ഭരണാധികാരിയാണ് പിണറായി വിജയൻ. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ജനങ്ങളെ ഭയമാണ് പിണറായി വിജയന്. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനും മുഖ്യമന്ത്രിക്കും ജനങ്ങളെ നേരിട്ട് കാണാൻ ഭയമാണെന്ന് പറയുമ്പോ മാധ്യമങ്ങളോട് നിശ്ചിത സമയത്തിൽ സ്ക്രിപ്റ്റ് ഇട്ട പോലെ ചില കാര്യങ്ങൾ പറയുന്നതിനപ്പുറം ഒരു ചോദ്യത്തിന് പോലും കൃത്യമായി മറുപടി നൽകാതെ മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തിയും കടക്കുപുറത്തൊന്നും പറഞ്ഞ് ക്രൂരമായ ഭാഷ ഉപയോഗിച്ച് നേരിടുന്ന പിണറായി വിജയൻ ആദ്യത്തെ ലക്ഷണം കൊണ്ട് തന്നെ ലക്ഷണമൊത്ത ഫാസിസ്റ്റ് ഭരണാധികാരിയാണ്. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ അധ്യക്ഷത വഹിച്ചു. KM പരീദ്, മുഹമ്മദ് പനക്കൻ, സലിം ഹാജി, KP ജോയ്, PM ഏലിയാസ്, മുഹമ്മദ് റഫീഖ്, N രമേശ്, KM മാത്തുക്കുട്ടി, VV ജോസ്, കബീർ പൂക്കടശ്ശേരി, KV കമാലുദ്ദീൻ, KA അബ്ദുൽ സലാം, CY ജോളിമോൻ, PM അബൂബക്കർ, ഷാൻ പ്ലാക്കുടി, ഷിബു പരീക്കൻ, ജോജി കുറുപ്പുമഠം തുടങ്ങിയവർ പങ്കെടുത്തു. ഒമാനിയ മൊബൈൽസ്, AM റോഡ്, പെരുമ്പാവൂർ, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ.